പെങ്ങളെ Yes? 8:30 പ്ലെയിന്. What, man? 8:30 What? 8:30 പ്ലെയിന്. I can't understand what. What happened? What is your problem? 10 ക്ലാസ് പഠിക്കടാന്ന് പറഞ്ഞാൽ കേക്കില്ല. ആ സമയത്ത് മാതാപിതാക്കളെ കൊഞ്ഞനം കാണിച്ചിട്ട് കുപ്പിയിൽ മീനും പിടിച്ചതാണ്. ചെന്നുപെട്ടൊരു മദാമേര ടൈപ്പല്ല. ഈശ്വര, ചേട്ടാ മദാമല്ല, മലയാളിയാ. മലയാളിയാണോ? അയ്യോ, ഞാൻ ഈ വെളുപ്പും ഗ്ലാമറെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മദാമയായിരിക്കുന്നു. എല്ലാരും പറയും ഞാനിവിടെ എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്യാ. ആ ചേട്ടൻ എന്താ? അല്ലെ, എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിന്ന് വരണേണ്. അത് മനസ്സിലായി. പട്ടണവും പ്ലെയിനൊന്നും എനിക്ക് വലിയ പരിചയമില്ല. അപ്പൊ ഇത് ആരടുത്ത് ചോദിക്കേണ്ടത് അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് കുഞ്ഞു ഞാൻ കണ്ടത്. എമിഗ്രേഷൻ കഴിഞ്ഞായിരുന്നു ചേട്ടാ. എമിഗ്രേഷൻ കഴിഞ്ഞു. ഞാൻ ചോദിച്ചത് എന്താന്ന് മനസ്സിലായോ? എമിഗ്രേഷൻ കഴിഞ്ഞു. ഞാൻ ചിലപ്പോ മറന്നുപോയില്ല. 4 മണിക്ക് എണീറ്റ് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? അല്ലല്ലോ, ഒരു പക്ഷേ എനിക്ക് പ്ലെയിനകത്ത് കയറിയിട്ട് അത്യാവശ്യത്തിന് എമിഗ്രേഷന് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാ? എമിഗ്രേഷൻ തോന്നുന്നത് മനസ്സിലായോ? ഇല്ലെങ്കിൽ അത് പറയണം. എന്താ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പുള്ള ചെക്കിങ് കഴിഞ്ഞോന്നാ ചോദിച്ചത്. അതാ ഞാൻ പേടിച്ചുപോയി. നമ്മള് സാധാരണപ്പെട്ട ഗ്രാമത്തിലൊക്കെ ഉള്ളതല്ലേ, അതല്ലേ? അല്ല, എന്തത് തൂക്കുപാത്രോ? ഇത് കഞ്ഞി, ആയിട്ട്. ഇത് കഞ്ഞി, ഇത് ബെഡ്ഷീറ്റ്, ഇത് ഉമിക്കരി, ഈർക്കില്, ഉണക്കമീൻ എടുത്തില്ല. അതാണ്. അല്ല, ഇതൊക്കെയായിട്ട് എങ്ങോട്ടാ? ആനക്കൂപ്പിലേക്ക് ജോലിക്ക് പോകണോ? അല്ല, പ്ലെയിനില് ചേട്ടാ അതെല്ലാം അവിടെ കിട്ടും. ഫുഡ് എല്ലാം അവിടെ ഉണ്ട്, ഫ്ലൈറ്റിലുണ്ട്. ഇടിചമ്മന്തി കിട്ടും, ഉള്ളിയൊക്കെ ചുട്ടും. ചമ്മന്തിയോ? സീമച്ചക്ക തോരൻ ഇല്ല, കിട്ടില്ല. അത് കിട്ടില്ല. ഇല്ല. അപ്പൊ ഭക്ഷണം കിട്ടും, ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടും. അതറിഞ്ഞാ മതി. അപ്പൊ ഏതായിരുന്നാലും നമ്മളെ കൂട്ടുകാരും നാട്ടുകാരത്തൊക്കെ ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോവാ. വെയിറ്റ് ചെയ്യല്ലോ ഇവിടെ കാണാൻ. എനിക്ക് സംഭവങ്ങളൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല. അനുസരിയല്ലേ? അതെ, എവിടെ പോകുന്നു? ഞങ്ങളും ദുബായിലേക്ക് പോവാണ്. നമ്മളെ പ്ലെയിനിൽ കൂടെ? അതെ അതെ അല്ലേ? ചന്ദ്രേട്ടൻ എവിടെയാണ്? ചന്ദ്രേട്ടൻ വീട്ടിലുണ്ട്. ചന്ദ്രേട്ടൻ പോയി? ചന്ദ്രേട്ടൻ പോയില്ല. ചന്ദ്രേട്ടനെ കൈവിട്ട് പോയി? ഇല്ല, അങ്ങനെ പോകൂല. പടമൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അതെല്ലേ? താങ്ക് യു. പിന്നെ നമ്മളെ പടം നമ്മളെ ആരാധകയല്ലേ? അതാണ് ഈ ഇതില്ലേ, വിടമാട്ടെ ഉന്നെ വിടമാട്ടെ, ഉൻ കയ്യാല് വിടമാട്ടെ. ഏത് വിടമാട്ടയാണ് ഉദ്ദേശിച്ചത്? അല്ല, ശോഭനയല്ലേ? ഇല്ല, ഒരു എനിക്കുണ്ട്, പക്ഷെ ശോഭനയല്ല, ഭാവനയാണ്. എപ്പോഴും എനിക്ക് തെറ്റിപ്പോ. എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ സിനിമ എഴുപ്പുണ്ട്. പിന്നെ പാദമുദ്ര, പട്ടണപ്രവേശം, പവിത്രം, ഇന്ദ്രജാലം, അപ്പു, അങ്കിൾമൻ, ബട്ടർഫ്ലൈസ്, എത്ര പടം എഴുപ്പെടുന്ന അറിയാം. ഞാൻ ഈ പ്ലെയിനിലുണ്ട്. കഞ്ഞിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുടിയാ, ഇടയ്ക്ക് കഞ്ഞിയൊക്കെ തരാം കേട്ടാ. കേട്ടാ, പാവന അനുസരിയല്ലായിരിക്കുന്നു. പരിചയമുണ്ടോ നേരത്തെ? കൊള്ളാം, പരിചയം ഉണ്ടോന്നാ? എത്ര സിനിമ ഞാൻ കണ്ടേക്കുന്നു. സിനിമയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. പിന്നെ ചേട്ടൻ അവിടെ എന്താ ജോലി? അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഈ കൂലിപ്പണി നമ്മൾ എന്ത് ജോലിയും ചെയ്യും. ചേട്ടാ അവിടെ പോയി എന്തെങ്കിലും പ്രശ്നമായി പോലീസ് പിടിച്ചാലുണ്ടല്ലോ അക്കാമ കാണിക്കേണ്ടി വരും. പിന്നെ 1 വർഷം പിടിക്കും അവിടുന്ന് പുറത്തിറങ്ങാൻ. അപ്പൊ ഇവള് അങ്ങ് വന്നിട്ട് എന്നെ ഇറക്കുള്ള? ആര്? അച്ഛാമ്മ. നമുക്ക് പാസ്പോർട്ട് ഒന്നുമില്ല. ചേട്ടാ അച്ചാമ്മല്ല, അക്കാമ. 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 ചെറിയ ചെറിയ സംശയങ്ങൾ ചോദിക്കുന്നതിന് പെങ്ങൾക്കൊന്നും തോന്നരുത്. ഇല്ല, ചോദിച്ചോ. ഈ പ്ലെയിന് നേരെയാണ് പോകുന്നത്? അതാ നേരെന്ന് വെച്ചാ എന്താ ഉദ്ദേശം? അല്ല, ഈ നേരെ പോവോ അതാ എങ്ങനെയാണ്? അതിപ്പോ മഴയുള്ള ടൈമാണെങ്കിൽ 2 ലാൻഡിംഗ് ഒക്കെ ഉണ്ടാവും. ഈ വയനാട് വഴി പോവോ? വയനാടോ? അല്ല, എന്റെ ഇളയ പെങ്ങളെ പ്രസവത്തിന് അവിടെ വിളിച്ചോണ്ട് പോയി. പറഞ്ഞെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് മുറുക്കും ചായയൊക്കെ കുടിച്ചിട്ട് മഴയൊക്കെ തോന്നി ജാളിയായിട്ടങ്ങ് പോവാം. എന്റെ ചേട്ടാ, ഈ ലാൻഡിംഗ് എന്ന് പറഞ്ഞാലേ വയനാടൊന്നും അല്ല, ഡൽഹി, ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാ. അങ്ങനെ? അതെ, അറിഞ്ഞൂടാത്തോണ്ടാ. അത് മനസ്സിലായി. അമ്മ പ്ലെയിൻ എടുക്കാറായമ്മ. പിന്നെ എന്നെ വിളിച്ചാ കിട്ടില്ല, ഞാൻ മേഘത്തിന്റെ ഇടയിലായിരിക്കും. അതെല്ലായിടത്തും പറഞ്ഞില്ലേ, ഞാൻ ആകാശത്തിലായിരിക്കും. നിക്ക്. അല്ല, അപ്പോഴെന്റെ ഫോൺ ചിലപ്പോ ഓഫായി പോയാല് നിക്കേ, ഈ പൈലറ്റിന്റെ നമ്പർ ഒന്ന് തരാൻ പറ്റുമോ? അല്ല, വിളിച്ചാ ചിലപ്പോ എന്റെ കൊണ്ട് തന്നാല് ഞങ്ങള് കുഴപ്പമില്ല. ഇല്ലമ്മ. പിന്നെ അമ്മക്കൊരു പുതിയ മരുമകളെ കിട്ടും. മറ്റവളെ പോലെ കാര കുറയുന്നില്ല, അതെന്തെന്ന്?
പൂവക്കിഴങ്ങ് ചുട്ട പോലെ ഇരിക്കുന്നത്. ഇത് നല്ല വെളുത്ത ആപ്പിൾ പോലെ ഇരിക്കുന്നു. അമ്മ പാരച്ചൂട്ട് കിട്ടിയല്ല ചാടുകൊള്ളും. ചാടാ ഞാൻ ചാടാ. എന്താണോ ടച്ച് ചെയ്യുന്നത് എന്തിനാന്ന്? അല്ല അത് സിനിമയിൽ തന്നെ കണ്ടില്ല. ഇങ്ങനെ ഫോൺ ചെയ്ത് വരുമ്പോ ചിലപ്പം മരത്തിൽ കയറി പിടിക്കും. അത് സിനിമ. ടച്ചിങ് ഒന്നും വേണ്ട കേട്ടോ. ടച്ച് ചെയ്യുന്ന കുഴപ്പം കുഴപ്പമുണ്ട്. അല്ലാതെ ഞാൻ ഈ ദേഷ്യപ്പെടുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ പണ്ട് നടന്ന ഒരു കഥ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ സുന്ദരിയായ അടിപൊളി സുന്ദരിയായ ഒരു പെൺകൊച്ച് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കും. അപ്പൊ എന്നെ പോലെ കറുത്തിരിക്കുന്ന ഒരു തൈ കള്ളി കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് നേരെ രാത്രി ചെന്ന് അവിടെ വീട്ടിൽ ചെന്ന് കഥവിൽ തട്ടിങ്ങനെ. അപ്പൊ ഈ സുന്ദരി ഇറങ്ങി വന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പൊ ഈ പാവപ്പെട്ട ഈ വഴിപോക്കം പറഞ്ഞു, ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് പോവാൻ ഒരു ഇടവില്ല, ഞാൻ ഇന്ന് രാത്രി ഇവിടെ കിടന്നോട്ടെ. അപ്പൊ ഇവള് പറയുന്നു ഇവിടെ കിടക്കാൻ പറ്റില്ല, ഇറങ്ങി പോകാൻ. അപ്പൊ ഇവൻ പറഞ്ഞു എനിക്ക് നല്ല പനിയാണ്, ഞാൻ പാവപ്പെട്ടവന് ദൂരദേശത്ത് വരുന്നതാണ്, ഞാൻ ഇനി എങ്ങോട്ട് പോകും, ഞാൻ ഇവിടെ കിടന്നോട്ടെ. അപ്പോഴും ഇവള് പറഞ്ഞു ഇവിടെ കിടക്കാൻ പറ്റില്ല, ഇറങ്ങി പോകാൻ പറഞ്ഞു. എന്നിട്ട് ഈ വഴിപോക്കൻ വേറെ നിവർത്തിയില്ലാത്തതിന്റെ ഇവിടെ തന്നെ കിടന്ന് എവിടെ കയറി കഥ അടച്ചു. പിറ്റന്ന് രാവിലെ കഥ തുറന്ന് നോക്കിയപ്പോഴേ ഈ വഴിപോക്കന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? ഈശ്വരൻ. പിന്നെ ഈശ്വരൻ ദൈവം ഈ പെണ്ണിനെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ആണോ? പിന്നെ അങ്ങനെ ദൈവം രാവിലെ എണീറ്റ് ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് മണ്ണിങ്ങനെ വാരി എടുത്ത് എവളെ മുഖത്തോട്ട് നോക്കിട്ട് നിന്നെ ഞാൻ ശപിച്ച് എലിയാക്കാൻ പോകുകയാണെന്നിങ്ങനെ ഓങ്ങിയതും എവള് ഓടി വന്ന് കയ്യിൽ ഒരറ്റപ്പിടി. ശപിക്കരുത് ഈശ്വര ഒറ്റപ്പിടി. അതുകൊണ്ട് ദൈവം പല രൂപത്തിലും വരും. ദൈവം കയ്യിൽ ഉത്തും വരും. അങ്ങനെ കറുപ്പോ വെളുപ്പോ അങ്ങനെ അപകർഷ ബോധമൊന്നും വേണ്ട. ദൈവം പല രൂപത്തിലും വരും. അതിന്റെ കയ്യിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ക്ഷമ വെച്ച് കഴിഞ്ഞാൽ ദൈവം മാപ്പ് വരും. ഒന്നും കുഴപ്പമില്ല. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. കയ്യിൽ പിടിച്ചൊന്നും പിടിപ്പിക്കും. എല്ലാം ദൈവം എല്ലാം ക്ഷമിച്ചിരുന്നു. കൂടെ നമ്പർ എന്തായിരുന്നു കേട്ടോ? എവിടെ പോണ്? ഇവിടെ മടുത്താ അല്ലല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലേ? നമ്മളവിടെ എത്ര പ്രാവശ്യം പരിപാടി എപ്പോഴും ദുബായ് പ്രോഗ്രാമിന് പോവാൻ ഞാൻ എപ്പോഴും കാണാറുണ്ട്. നമ്മളും ഇതിലൊക്കെ പോവാനുള്ളതല്ലേ? ഏതുപോലെ? പിന്നെ നമ്മളും ഇതിന്റെ പുറകെ കലാപരിപാടിയായിട്ടൊക്കെ ഇതിന്റെ പുറകെ കുറെ നടന്നതാ. കലാപരമായിട്ടോ? ഓ ചേട്ടനോ? എന്തൊക്കെയാ ചേട്ടൻ കലാപരമായിട്ട് ചെയ്യുന്നത്? പാട്ട് പാടും, ഡാൻസ്, ഡിസ്കോ, കഥകളി, കുച്ചിപ്പുടി. പാട്ട് പാടൂന്ന്? പിന്നെ എന്താ ഒരു പാട്ട് പാടി? ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ. ഇതിങ്ങനെ പാടുന്നതും പെമ്പിള്ളേരുടെ ഒരു കരഘോഷം തന്നെയായിരിക്കും. ആണോ? എനിക്ക് തോന്നി. അതെ. പിന്നെ പറഞ്ഞ അഭിനയം. അഭിനയിക്കോ? അഭിനയം എന്ന് പറഞ്ഞാൽ എന്താണ് സ്പെഷ്യൽ ആയിട്ട് ചേട്ടൻ ചെയ്യുന്നത്? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കയ്യടി അംഗീകാരം കിട്ടിയ ഒരു സംഭവമുണ്ട്. എന്താണ്? ഒരു കുഷ്ഠരോഗിയായിട്ട്. കുഷ്ഠരോഗി? അയ്യോ സത്യം പറഞ്ഞാൽ അഭിനയിച്ച് കാണിച്ചിട്ട് ഒന്ന് കാണിച്ചേ. കാണിച്ചില്ല. അയ്യടാ ഞാനില്ലേ നിങ്ങക്ക് കുഷ്ഠരോഗി? എടോ ഇത് എയർപോർട്ടാണ്, VIPs ഒക്കെ വരുന്ന സ്ഥലം. അതെ. ഇപ്പൊ ഈ ദേഷ്യപ്പെട്ട സമയത്തുണ്ടല്ലേ തമിഴ്നാട് സിമ്രാനില്ലേ, സിമ്രാന്റെ ഒരു കട്ടുണ്ട്. അതല്ലല്ലോ മുഖം കാണുമ്പോ ഒരു കലാകാരിയാണെന്നുള്ള മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടുപിടിച്ചല്ലേ? കലാകാരിയാണ് ചേട്ടാ. ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുള്ള എന്തിനാന്നറിയോ? എന്തിനാ? നാടോടി നൃത്തം. അതല്ലേ ഞാൻ സംശയം കൊണ്ടല്ലേ ചോദിച്ചത്. ആണോ? ഞാൻ കളിച്ചാണ്. അല്ല ഞാൻ സാധാരണപ്പെട്ട ഗ്രാമത്തിലുള്ള വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത നീ എന്തിനാണ് ഇവിടെ കിടന്നത്? നിനക്ക് തലയ്ക്ക് ഓളോ? ഈ VIP ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലത്ത് നീ എന്തിനാ ഇവിടെ കിടന്ന് കാണിക്കുന്നത്? നിനക്കെന്താ ഭ്രാന്താ നിനക്ക്? കഴിവെന്ന് പറഞ്ഞ ഉള്ളിൽ നിന്ന് വരണം. അതെ. 1988 കാലഘട്ടങ്ങളിൽ ഞാനൊരു നാടകം ചെയ്ത് ഈ നാടകത്തിൽ എന്റെ അഭിനയം കണ്ടിട്ട് മന്ത്രി സ്റ്റേജിൽ കയറി ഒന്ന് കൈയടിച്ചിട്ട് എനിക്ക് ഷേക്കൻ എന്നിട്ട് ഒരു ട്രോഫി എടുത്ത് എന്റെ കൈ. എന്നെ കഥയെന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പഠിച്ചിട്ട് ഒരുപാട് വിദ്യാഭ്യാസം നേടിയിട്ട് ആ യുവാവിന് ജോലി കിട്ടാതെ വന്നു.
ആ ജോലി കിട്ടാതെ വന്നപ്പോഴും ഒരുപാട് കിട്ടിയ ആ സർട്ടിഫിക്കറ്റ് എല്ലാം വലിച്ചു കയറി അയ്യോ ആ പുസ്തകം എല്ലാം വലിച്ചു കയറിയിട്ട് പറയും ഇനി എനിക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് തല കല്ലിലിടിച്ചിട്ട് ഇനിയുള്ള കാലം ഞാൻ ഭ്രാന്തനായി ജീവിക്കാന്ന് പറഞ്ഞൊരു സീനുണ്ടല്ലോ. ചേട്ടൻ ഈ കഥ പറഞ്ഞപ്പോ ഞാൻ അതൊരു സിനിമ കാണുന്ന പോലെ കണ്ടു. ചേട്ടാ അതും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കൂ. ടൈം ഉണ്ട്, കുഴപ്പമില്ല. ഉണ്ടല്ലേ? അപ്പൊ ഏതായാലും കുഞ്ഞിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു ഒന്ന് കാണിക്കാം. എന്തിനു ഞാൻ പഠിച്ചു? ഞാൻ എന്തിനു പഠിച്ചു? മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ഒരു ജോലി നേടി അവരെ കാര്യം നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തിനെനിക്ക് സർട്ടിഫിക്കറ്റ്? പറ സമൂഹമേ, എന്തിനെനിക്ക് സർട്ടിഫിക്കറ്റ്? എനിക്ക് വേണ്ട ഈ സർട്ടിഫിക്കറ്റ്, എനിക്ക് വേണ്ട. ഞാൻ കീറാം. അല്ല ഇതിലല്ലേ ഞാൻ പഠിച്ചത്? ഈ പുസ്തകം വെച്ചാണോ ഞാൻ പഠിച്ചത്? എനിക്ക് ഈ പുസ്തകം വേണ്ട. എന്റെ ജീവിതം നശിപ്പിച്ച, എന്നെ പോലുള്ള ജീവിതം നശിപ്പിച്ച ഈ പുസ്തകം എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, വേണ്ട. ഇനിയുള്ള കാലം ഇനിയുള്ള കാലം ഞാൻ ഭ്രാന്തനായി തന്നെ ജീവിക്കാൻ പോവുകയാണ്. ആരെപ്പോലെ എന്നാ പറഞ്ഞേ? ഭ്രാന്തൻ അല്ലേ? ഇനി ഇത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തോ. എന്ത്? ചേട്ടന് പോകാനുള്ള വിസ, ടിക്കറ്റ്, പാസ്പോർട്ട് അതെല്ലാം ഇവിടെ കീറിപ്പറിച്ചിട്ടേക്കണേ. ഇതാ ഇതാ അതെ. അയ്യാ, എന്റെ വിസ, പാസ്പോർട്ട്, എന്റെ വിസ, പാസ്പോർട്ട്.